ഹലോ, എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മളങ്ങനെ ഇടുക്കി ജില്ലയിലൂടെയുള്ള യാത്ര തുടരുകയാണ്. അപ്പോൾ ഇന്നത്തെ യാത്രയുടെ ഭാഗമായിട്ട് നമ്മളിന്ന് പോകുന്നത് മൂലമറ്റത്ത് നിന്ന് എങ്ങോട്ടാണ് അനുവേ? നമ്മളിന്ന് പോകുന്നത് മൂലമറ്റത്തിന്റെ ഒരു മലയോര ഗ്രാമമായിട്ടുള്ള, ഇവിടെ ഒരുപാട് മലയോര ഗ്രാമങ്ങളുണ്ട്. എന്നാലും അതില് എന്നാ പറയുക, 2-3 ഗ്രാമങ്ങൾ എടുത്തുള്ള ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരു ഗ്രാമത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. മേമുട്ടം എന്നാണ് ആ ഒരു ഗ്രാമത്തിന്റെ പേര്. മേമുട്ടം. മൂലമറ്റത്തിന് ഒരു 10 കിലോമീറ്റർ താഴെ ഉള്ളൂ ആ ഗ്രാമത്തിലേക്ക്. ഒരു 6-7 കിലോമീറ്റർ ഉണ്ടാവും കറക്റ്റ് പറഞ്ഞാല്. കഴിഞ്ഞ ദിവസം പോയാൽ ഓഫ് റോഡ് ആണോ? ഒരു കുറച്ച് ഓഫ് റോഡ് എന്ന് പറയാനില്ല, എന്നാലും കോൺക്രീറ്റ് ഒക്കെ ഇട്ട വഴിയാണ്. അവിടെ നമുക്ക് ഉളുപ്പണിക്ക് പോവാം. നമ്മള് കവന്ത പോയില്ലേ? അപ്പൊ കവന്തയുടെ ഓപ്പോസിറ്റ് മലയിലുള്ള മറ്റൊരു ഗ്രാമമാണിത്. അപ്പം മേമുട്ടം. അപ്പൊ നമ്മള് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ KSEBയുടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണിത്. ക്വാർട്ടേഴ്സ്, പല സർക്യൂട്ട് സെന്റർ ആയിട്ടും ഒരുപാട് ഓഫീസുകളൊക്കെ ഉള്ള. അപ്പം അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ വീഡിയോ. ശരി. അനു പറഞ്ഞാല് വളരെ മനോഹരമായ ഒരു പ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഒരു നല്ലൊരു വലിയൊരു മരം അല്ലേ? ആ ഒരു മരത്തിന്റെ ഫ്രെയിം തൊട്ടുപുറയിലായിട്ട് മലനിരകളിലൂടെ ഒക്കെ വെള്ളച്ചാട്ടങ്ങളും അല്ലെ? ഇഷ്ടംപോലെ വെള്ളച്ചാട്ടമുണ്ട്. നമ്മൾ പേരറിയാത്ത ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ ഇവിടെയുണ്ട്. പലയിടത്തും നമുക്ക് ആക്സസ് ഇല്ല പോകാൻ വേണ്ടി, പക്ഷെ എന്തായാലും നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ആ പാറിപ്പറന്നു പോകുന്ന കോടമഞ്ഞ്. അതാണ് നല്ലൊരു ഭംഗിയല്ലേ കാണാനായിട്ട്. ശരിക്കും ഹൈറേഞ്ച് മേഖലകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരുപാട് നല്ല കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കും. മഴക്കാലത്ത് ശരിക്കും ഒരുപാട് മഴയുള്ളപ്പോഴല്ല കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഴയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇടുക്കി സന്ദർശിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വയനാട് സന്ദർശിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. മലനിരകളും കോടമഞ്ഞും തണുപ്പും അല്ലേ? നമ്മുടെ തൊട്ട് പുറകെ കാണി അമല നമ്മുടെ നാടുകാണി ഹിൽസ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ഗ്രീൻബർഗ് റിസോർട്ടും കാനനം റിസോർട്ടും ഒക്കെ ആ മലയുടെ മേളിൽ അപ്പുറത്തെ ഭാഗത്തായിട്ടാണ് കാണുകയൊക്കെ ചെയ്യാം. ഒരു സൈഡിൽ നിന്നൊക്കെ നോക്കിയാൽ നല്ല ഉയരത്തിലുള്ള മല, ഭയങ്കര ഉയരം. ഇവിടെ നോക്കുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഈ മൂലമരത്തെ കുറിച്ച് പറയുകയാണെങ്കിലോ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഇവിടെ മൊത്തം ഗ്രാമങ്ങളാണ്. എനിക്ക് വേണമെങ്കിൽ ഈ ഇടുക്കി ജില്ലയില് ഏറ്റവും കൂടുതൽ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം നമ്മുടെ മൂലമരത്തിന് യാത്ര ചെയ്താലാണ്. നമ്മുടെ അനൂർ മലയിലെ വെള്ളച്ചാട്ടമുണ്ട്, ഏലപ്പള്ളി വെള്ളച്ചാട്ടമുണ്ട്, പിന്നെ പല നമ്മൾ അറിയപ്പെടാതെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. കവന്ത പോകുന്ന വഴിക്ക് അങ്ങനെ കുറെ വെള്ളച്ചാട്ടങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വെള്ളച്ചാട്ടങ്ങൾ ഏറ്റവും കൂടുതൽ കാണണമെങ്കിൽ നിങ്ങൾ മൂലമരത്തേക്ക് തന്നെ വന്നാൽ മതി. അത് നല്ല മഴയുള്ള പോലെ കേട്ടോ, ഭയങ്കര രസമായിരിക്കും അത്. നമ്മൾ ഈ നിൽക്കുന്ന ഇതൊരു നമ്മുടെ എലപ്പള്ളിയൊക്കെ ഭാഗമല്ലേ, നമ്മുടെ വാഗമണ് പോണെ. ഇത് എലപ്പള്ളിയുടെ വലിയൊരു മല, അത് നമ്മുടെ കല്യാണത്തണ്ട് മല. നമ്മുടെ നടുക്കാട്ടത് ഇങ്ങനെ നിൽക്കുന്നത്. ഇടുക്കി ഡാമിന്റെ ആർച്ചിന്റെ താഴെ പോയി ഇടുക്കി ഡാം ആർച്ചിൽ പണിയാൻ വേണ്ടി കാരണം ഈ മലകൾ കാരണം തന്നെയാണ്. അപ്പൊ ഇവിടെ മൊത്തം മലയല്ലേ, അപ്പൊ അതുപോലെ തന്നെ ഒരു ഷേപ്പിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ എവിടെ എനിക്ക് തോന്നുന്നത് KSEB എവിടെ നോക്കിയാലും ഡാം പണിയാൻ പാകത്തിലുള്ള മലകളാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മൂലമറ്റത്ത് നിന്നുള്ള വിശേഷങ്ങൾ. അപ്പോൾ അനു പറഞ്ഞോലെ മേമുട്ടം എന്ന ആ ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അനൂപിനോടൊപ്പം ഞാൻ ബിബിൻ. വെൽക്കം ടു ബിബ്രോ സ്റ്റോറീസ്. അപ്പോൾ ഇനി ഐശ്വര്യമായിട്ട് ഇന്നത്തെ തുടക്കം അനൂപ് ഓടിച്ചു തുടങ്ങുകയാണ്. ജിപ്സി പിന്നെ നിങ്ങൾ ഓടിക്കുകയാണ്. ജിപ്സി കൊണ്ട് നമുക്ക് മേമുട്ടത്തിന്റെ മലയ്ക്ക് മുകളിലേക്ക് യാത്ര ചെയ്യാം. അത്യാവശ്യം നല്ല ഉയരമുള്ള ഒരു മലമുകളാട്ടോ. 2500 അടി മേളിൽ ഹൈറ്റ് ഉണ്ടാവും. അപ്പൊ കഴിഞ്ഞ ദിവസം പോലെ തന്നെ ഒരു വെറൈറ്റി കാഴ്ചയായിരിക്കും അല്ലേ? ഓക്കെ, പിന്നെ ഇവിടെ നിന്ന് പോവല്ലേ? ഓക്കെ, എടുക്കട്ടെ വണ്ടി? വണ്ടി എടുത്തോ, സ്റ്റാർട്ട് ചെയ്തോ. അങ്ങനെ ഐശ്വര്യമായിട്ട് നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. KSEBയുടെ ഒരു വണ്ടി KSEBയുടെ ഒരു വണ്ടി വന്നിങ്ങനെ KSEBയുടെ വണ്ടികളായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. KSEBയുടെ വാഹനം ഒരെണ്ണം കടന്നുപോയി. അല്ല, അവരുടെ പ്രദേശത്തോട് റോഡാണ് ആണല്ലേ? ഓക്കെ, നമുക്ക് പോവാം. ഇവരുടെ ക്വാർട്ടേഴ്സുകളൊക്കെ ഇതിന്റെ പല ഭാഗങ്ങളുണ്ടെന്നുള്ളൂ. പിന്നെ പല ബോർഡുകളും വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പവർ ഹൗസ് ഒക്കെ ഉദ്ഘാടനം ചെയ്ത സമയത്ത് ഇന്ദിരാഗാന്ധി മേഡം വന്നു തോന്നുന്നു, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ആ മേഡം അന്നേരം വന്നപ്പം ഇവിടെ ഹെലിപ്പാഡിലൊക്കെ വന്ന് ഇറങ്ങിയതൊക്കെയാണ് പറയുന്നത്. ഇവിടെ ഹെലിപ്പാഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഹെലിപ്പാഡുണ്ട് അല്ലേ? 76-ലാണ്ടെന്ന് തോന്നുന്നു. 76-ലാണ്. എന്ത് രസമല്ലേ ഈ ഒരു വഴി. ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഇത് ഭയങ്കര സിറ്റി ആയിരുന്നു. മൂലമറ്റം വലിയ സിറ്റി ആയിരുന്നു. ഹൈറേഞ്ച് മലയോര മേഖലയിലെ ഒരു കവാടാണല്ലോ. അല്ല, ഇപ്പോഴും മോശമൊന്നല്ല. അതെ, സിറ്റി ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ അന്ന് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ആയി തോന്നുന്നു സിറ്റി. കുറച്ചുകൂടെ നമ്മുടെ ഏരിയ, നമ്മളിപ്പോ കവന്തയിലേക്ക് പോകുന്ന ഏരിയയിൽ നിന്ന് കുറച്ചുകൂടെ മിഡിൽ ഭാഗത്തേക്ക് ആയി സിറ്റിയൊക്കെ. ഓക്കെ, ഈ വഴി നോക്കി എന്ത് ഭംഗിയല്ലേ. ശരിക്കും ഒരു വനത്തിലൂടെ പോകുന്ന ഒരു ഫീലാണ് അല്ലേ? ഒരു പ്രതീതി. വനമൊന്നുമല്ല, വനത്തിലൂടെ പോകുന്ന ഒരു ഫീൽ കിട്ടും. കാരണം ഇത്രയും മരങ്ങൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നുണ്ട്. സാധാ മരങ്ങളാണ്, നമ്മുടെ നാട്ടിലുള്ള സാധാ മരങ്ങളാണ്, കാട്ടിലുള്ള മരങ്ങളല്ല. അതെ,
ഇവിടെ ഇങ്ങനെ മരം വെട്ടണേനൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ മരങ്ങൾ നിൽക്കുന്നത്. ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലൊക്കെ. അതാണ്, ഫോറസ്റ്റുകാരാകുമ്പോൾ എന്തായാലും അത് മരം മുറിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതെ അതെ. ഇവിടെ നിന്ന് ഇവിടെ കുറെ ആൾക്കാരുണ്ട്, ഏകദേശം ഒരു 100 വീട്ടുകാരന്റെ അടുത്തുണ്ടെന്ന് തോന്നുന്നു മേളില്, അപ്രോക്സിമേറ്റ്ലി. ഇവിടെ കൂടുതലും എനിക്ക് തോന്നുന്നത് ടാക്സിനെ ആശ്രയിക്കണമെന്ന് തോന്നുന്നു. ഒരു ബസ് എങ്ങാണ്ട് ഉണ്ടെന്നാണ് എന്റെ അറിവില്. അതായത് പതിപ്പള്ളി വരെ എങ്ങാണ്ട് ബസ് ഉണ്ട്, അത് കഴിഞ്ഞ് മേമൂട്ടത്തിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ ജീപ്പ് പോകണം. എന്തായാലും എന്നെ ഈ വഴി ഘടാതെ ആകർഷിച്ചിരിക്കുകയാണ്. അതെ, ഇനി ഈ വഴി തന്നെ ആയിരിക്കും അല്ലേ? അതെ അതെ. ഇനി സർക്യൂട്ട് ഹൗസ് ഒക്കെ താഴെയുണ്ട് KSEBിയുടെ. ചേട്ടനോട് ചോദിച്ചോക്കേ. ചേട്ടാ പതിപ്പള്ളി പോണ വഴി അതിലാണോ? ഓക്കെ, ഒരല്പം മുന്നേ മാറിപ്പോയി. അതെ. അപ്പൊ ഒരാളെ കണ്ടപ്പോ ചോദിക്കാൻ പറ്റി, ഈ വഴിക്കുന്ന ഒരു ബോർഡ് വെക്കാൻ പറ്റില്ല അല്ലേ? അതെ, ഞാൻ ശരിക്കും പറഞ്ഞാൽ പതിപ്പള്ളി വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ കുറെ വഴികളുള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും തന്നെ ഇങ്ങനെ വഴി ഓർത്തിരിക്കണമെങ്കിൽ. ഈ വഴി നേരെ പോയാൽ പോരെ? ശരി, ആ വഴി നേരെ പോയാൽ മതി. ഇന്ന് നമ്മുടെ അവിടെ ഇരുന്നൊരു ചേട്ടൻ പറഞ്ഞു ഇതെല്ലാം ക്വാർട്ടേഴ്സുകളാണ് കേട്ടോ. അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതെല്ലാം ക്വാർട്ടേഴ്സുകളാണ്. അതെ, ഈ എല്ലാത്തിനും നമ്പർ ഇട്ടിട്ടുണ്ട്, E4AB എന്നൊക്കെ പറഞ്ഞു. അതെ അതെ, ശരിയാ, E4AB എന്നൊക്കെ പറഞ്ഞ് നമ്പർ ഇട്ടിട്ടുണ്ട്. അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ചിലപ്പോ ഫാമിലിയൊക്കെ ആയിരിക്കും ക്വാർട്ടേഴ്സിൽ. എന്തായാലും ഇവിടുത്തെ ജീവനക്കാരായിരിക്കുമല്ലോ താമസിക്കുന്നത്. ഒരു മൈതാനം പോലത്തെ സ്ഥലം എത്തിയില്ല. ഇതൊക്കെ സർക്യൂട്ട് ഹൗസ് ആണ് ഇവിടെ. ഓക്കെ ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പോകണം. അവിടെയൊക്കെ നോക്കി നല്ല രസമല്ല, മല അങ്ങ് ദൂരെ കാണുന്ന മല നോക്കി. അതാണ് നമ്മൾ താഴെ കണ്ടത്, മലനിരകളും വെള്ളച്ചാട്ടങ്ങളും എല്ലാം KSEBിയുടെ സ്ഥലങ്ങളാണ് കേട്ടോ. ഇവിടെ നിന്ന് ലെഫ്റ്റ്, വേറെ വഴിയില്ല. ഇത് IB ഉണ്ട് ഇവിടെ. ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് ഉണ്ട്, ക്വാർട്ടേഴ്സുകളുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് പോകും, ഇവിടുന്ന് ലെഫ്റ്റ് ആയിരിക്കും. ജോഗ്രഫിക്കലി ലെഫ്റ്റിലേക്ക് ഹോസ്റ്റലാണ് KSEBിയുടെ. ഓക്കെ ഓക്കെ. എനിക്ക് ഇവിടെ പഠിപ്പിക്കുന്നുണ്ടോ സ്റ്റുഡൻസിനൊക്കെ? ഇനിയിപ്പം പതിപ്പള്ളി റൈറ്റാ. ഇപ്പോഴെങ്കിലും ഒരു ബോർഡ് വെച്ചില്ല, സമാധാനമായി. വാട്ടർ ടാങ്ക്, ഫിൽട്ടർ ഹൗസ്, B2 പതിപ്പള്ളിക്ക് നമ്മൾ ഇങ്ങോട്ട് റൈറ്റാ. ഓക്കെ ഓക്കെ, അങ്ങോട്ടും ക്വാർട്ടേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ റൈറ്റ് എടുത്തു. ഇവിടെ നമ്മൾ തിരിച്ചു വരുമ്പോ വഴി ചുറ്റിലൂട്ടോ, തിരിച്ചു വരുമ്പോൾ പിന്നെ വേറെ പ്രശ്നമില്ല. എന്താ പറയുക, എങ്ങനെ ഇറങ്ങിയാലും താഴെ. ഇവരുടെ ഏരിയ എപ്പോഴാണ് കഴിയുന്നത്? ഇവിടെ ഏരിയ കുറച്ച് കഴിഞ്ഞാൽ കഴിയും. അതല്ല, ഒരു ഏകദേശം ഒരു 1/2 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ KSEBിയുടെ കഴിഞ്ഞ പരിപാടി. ഓക്കെ ഓക്കെ. ഇനി നമ്മൾ പതിപ്പള്ളിക്ക് ഇനി ഇവിടെ കണ്ട് പരിപാടി തീരുവാ? അതല്ല, ഇനിയില്ല. കോടാ. ഇനി നമ്മള് മല കയറുവാ. മോനെ, ഇനി അങ്ങ് കോട ഉറങ്ങുവാ. ഫസ്റ്റ് ഇട്ടോ, ഒന്ന് നോക്കണ്ട. സംഭവം ചെറിയ കയറ്റമാണെങ്കിലും ഫസ്റ്റ് ഇട്ടാ കയറാൻ പറ്റുള്ളൂ. ലെഫ്റ്റിലേക്കായിരിക്കും. ലെഫ്റ്റ് ആണ്, മേളിലോട്ടില്ല വഴി. ഇത് തന്നെയാ. വളഞ്ഞു കയറിക്കും, ഒന്ന് നോക്കണ്ട. അങ്ങനെ ഹെയർ പിൻ ബെൻഡുകൾ വളഞ്ഞ് പൊളഞ്ഞ് നമ്മൾ പോവുകയാണ്. പൊട്ട പോകും. ഇച്ചിരി പാട് പണിയെടുക്കേണ്ടി വരും. ഇത് നമ്മളിപ്പോ ഇത് തിരിക്കുന്ന ഒരു സംഭവം, ഒരു ലോറിയൊക്കെ തിരിക്കും. അതാണ്, അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നേരത്തെ തിരിക്കാനായിട്ട്. അടുത്ത് പോയിട്ടങ്ങ് പെട്ടെന്ന് തിരിക്കാന്ന് വിചാരിച്ചാൽ നടക്കില്ല, കാറ് പോലെ. ഫസ്റ്റിലങ്ങ് പതുക്കം കയറിയാൽ മതി. ഇതിപ്പോ CNG കയറിക്കൊണ്ടിരിക്കുന്നത്. സെക്കൻഡിലും പോരും, പിന്നെ നമ്മളെ ക്ലച്ചൊക്കെ കുറച്ചൊന്ന് താങ്ങേണ്ടി വരും. വണ്ടിക്ക് കംപ്ലൈന്റ് അല്ലേ, നമ്മൾ വണ്ടിയെ കൊണ്ട് അധികം പണിയെടുപ്പിക്കണ്ട. ഒരു സൈഡില് ഓടയൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്, വെള്ളം പോകാനായിട്ട്. എല്ലാവരും കറക്റ്റ് ആലോചിച്ച് ചെയ്തേക്കുന്ന വഴിയാണ്. ഇവിടെ എവിടെ പെയ്ത വെള്ളത്തിനെയും അവര് എന്നാ പറഞ്ഞ നമ്മുടെ റിസർവെയറിലോട്ട് എത്തിക്കാനുള്ള സംവിധാനങ്ങളാണ് ഇവർ ചെയ്തേക്കുന്നത്. അപ്പൊ ഈ മലയിൽ എവിടെ ഒരു തുള്ളി വെള്ളം പോലും ഇവിടെ പാഴായി പോകുന്നില്ല, എല്ലാം അവിടെ എത്തിക്കോളും. അതെ, ഒരു തുള്ളി വെള്ളം പോലും ഇവിടെ പാഴായി പോകില്ല, എല്ലാം താഴെ എത്തും വളരെ സേഫ് ആയിട്ട് തന്നെ. അപ്പൊ അതിനുള്ള എല്ലാ മാർഗങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ആ കാഞ്ഞാറ് ഭാഗത്തോട് അങ്ങോട്ടങ്ങ് ചെല്ലും. മറ്റേ താഴെ ചിലപ്പോ കണ്ടോ പല പല പഴയ കോട്ടേഴ്സ് അടച്ചുപോലുണ്ട് മലയ്ക്ക് മേളിലായിട്ടുള്ള. ഇവിടെ നിന്നുള്ളവരൊക്കെ താഴേക്ക് താമസം മാറിക്കണം. താഴെ ഒരു ഡാമുള്ള ഏതാണ്? താഴെ ഡാം നമ്മുടെ മലങ്കര ഡാം. അങ്ങോട്ടല്ലേ വെള്ളമൊക്കെ അതിന്റെ റിസർവറിലേക്ക്. ഇതിപ്പം നമ്മുടെ തൊടുപുഴയാറ് എന്നൊക്കെ പറഞ്ഞില്ലേ, തൊടുപുഴയാറിന്റെ പോകുന്ന വഴിക്കാണ് ഈ സ്ഥലങ്ങളെല്ലാം. അങ്ങോട്ടേക്ക് നമ്മുടെ ത്രിവേണി സംഗമത്തിലോട്ടാണ് ചെല്ലുന്നത്. നമ്മളിപ്പോ അത്യാവശ്യം കുന്ന് കയറിട്ടെ കണ്ടോ, കണ്ടോ, വെളിയിൽ നോക്കിയാൽ കാണാൻ പറ്റും. അതെ അതെ, നമ്മളിപ്പോ ഇത്രയും ഹൈറ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. താഴെയായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ ഹെയർ പിൻ ബെൻഡുകളൊക്കെ വളഞ്ഞ് നമ്മളിതാ മുകളിലേക്ക് എത്തിച്ചേർന്നു. അത്യാവശ്യം ഉയരമുള്ള ഒരു പ്രദേശത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇങ്ങനെ വണ്ടി ഫസ്റ്റിൽ ഇങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുക. ഫസ്റ്റ് സെക്കൻഡ് ഇങ്ങനെ അങ്ങ് പോവാം.
അങ്ങനെ എന്തായാലും കുറച്ചുകൂടിയൊക്കെ ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വാഹനം ഒന്ന് നിർത്തി ഇവിടെ ഒരു ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടു. അതുകൂടാതെ ഒരു പോസ്റ്റ് ഓഫീസും കണ്ടു. വളരെ ചെറിയൊരു പോസ്റ്റ് ഓഫീസ് അല്ലേ? പതിപ്പള്ളി അല്ലേ? പതിപ്പള്ളി എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് വീടുകളുണ്ടോ? ഇവിടെ അത്യാവശ്യം കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ. എനിക്കിവിടെ മൊത്തം ടോട്ടലി ഒരു 100-100-200 മേളിലൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട് പല സ്ഥലങ്ങളായിട്ട്. പതിപ്പള്ളിയോട്ട് മേളിലോട്ട് ആ ഒരു സൈഡിലോട്ട് കുറച്ച് ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. ഈ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി സ്ഥലങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നത്, കൃഷിയും താമസവും ഒക്കെ അവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പായിട്ടാണ് അവർ താമസിക്കുന്നത്. എന്നിട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി അങ്ങ് വ്യാപിച്ചിരിക്കുകയാണ് ആ ഒരു ഗ്രാമത്തിന് ചുറ്റും. എന്നാൽ ഇടുക്കി മേഖലയിൽ അല്ലെങ്കിൽ മലയോര മേഖലയിൽ നമ്മുടെ നാട്ടിലൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മളെങ്ങനെ കാണുന്നത്, സാധാരണതയിൽ ഒരു വീട് കഴിഞ്ഞാൽ അവരുടെ കൃഷിസ്ഥലം, അത് കഴിഞ്ഞ് കിലോമീറ്റർ അപ്പുറമായിരിക്കും ചിലപ്പോൾ അടുത്തൊരു വീട് കാണാൻ സാധിക്കുക അല്ലേ? എന്നാൽ അങ്ങനെയല്ല തമിഴ്നാട്ടിലെ ഒരു സിസ്റ്റം വ്യത്യാസമാണ്. അതിപ്പം മലയോര മേഖലയാണെങ്കിലും അതെ, സമതലങ്ങളാണെങ്കിലും അങ്ങനെയാണ്. ഇവിടെ നമുക്ക് ഒത്തൊരുമിച്ച് താമസിച്ചിട്ട് കൃഷി ചെയ്യാണ്. എന്നാൽ ഇത്ര സ്ഥലങ്ങളൊക്കെ അവരുടെ ആണെന്നുള്ളത് അവർക്കറിയാം. നമുക്ക് നോക്കുമ്പോൾ അങ്ങ് വിശാലമായ കൃഷി സ്ഥലങ്ങളാണ് പല ആൾക്കാരുടെ. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഒരാളുടെ ആയിരിക്കും. അങ്ങനെയല്ല, അവരുടെ സ്ഥലങ്ങൾ ഇങ്ങനെ അതിങ്ങനെ തരംതിരിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവർ രാവിലെ ഒരുമിച്ച് പോയി കൃഷി ചെയ്ത് അവർ തിരിച്ചവരുടെ ഗ്രാമത്തിലേക്ക് വരുന്നു. അങ്ങനത്തെ ഒരു രീതിയാണ്. അതിപ്പം നമ്മൾ തമിഴ്നാട്ടിലെ ഉൾഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തമിഴ്നാട്ടിലല്ല, നോർത്തിലൊക്കെ ആണെങ്കിലും കുറേ സ്ഥലങ്ങളിൽ അങ്ങനെയാണ്. ഇങ്ങനെ ഈ ഒറ്റപ്പെട്ട വീടുകൾ വളരെ കുറവാണ്, വളരെ യാദൃശ്യമായിട്ടൊക്കെ കണ്ടെങ്കിലേ ഉള്ളൂ. അങ്ങനെയാണ് അവിടുത്തെ ഒരു കൃഷി രീതിയും അവിടുത്തെ ഒരു താമസവും. എന്നാലും നമ്മുടെ നാട്ടിൽ മലയോര മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ദൂരെയൊക്കെ ആയിട്ടായിരിക്കും ഓരോ വീടുകൾ കാണുക. പിന്നെ ഇങ്ങോട്ട് പോയി നല്ല കാറ്റുള്ള സമയത്ത് ഇങ്ങോട്ട് വന്ന് ഇച്ചിരി പാടാം. കാരണം മരങ്ങൾ, ഒരുപാട് മരങ്ങൾ, അത് നമ്മൾ കണ്ടല്ലോ വരുന്ന വഴിയിലൊക്കെ എല്ലാ റോഡിലേക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഗതാഗതം തടസ്സപ്പെടുത്താം. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഇതുപോലെയുള്ള കാമാൻ ക്വയറ്റ് ആയിട്ടുള്ള സമയത്ത് വരുവാണെങ്കിൽ കുഴപ്പമില്ല. ഉരുളപൊട്ടലും ഇതൊക്കെ ഉള്ള സമയത്തും റെഡ് അലർട്ട് ഉള്ള സമയത്തൊന്നും പരമാവധി മലയോര മേഖലകളിലേക്കുള്ള യാത്ര ഒഴിവാക്കുക. അല്ലാത്ത പക്ഷം നമ്മൾ ഇവിടെയൊക്കെ വന്ന് കാണുക. നമ്മുടെ അപ്പുറം കണ്ടോ, ആ മലയെ കണ്ടോ, വെള്ളച്ചാട്ടം കണ്ടോ? നമ്മൾ വന്നപ്പോൾ തൊട്ട് വെള്ളച്ചാട്ടമാണ്. എവിടെ നോക്കിയാലും വെള്ളച്ചാട്ടം, എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ എല്ലാം വെള്ളച്ചാട്ടങ്ങൾ മാത്രം എന്ന് നമ്മൾ പാടേണ്ടിയിരിക്കുന്നു. അതെ, നിങ്ങൾ ഇവിടെ വന്നാൽ ശരിക്കും നിങ്ങൾക്ക് ഒരു സിനിമ എഴുതാനോ അല്ലെങ്കിൽ ഒരു കവിത എഴുതാനൊക്കെ തോന്നും കേട്ടോ. അത്രമാത്രം കാഴ്ചകളുണ്ട് നമുക്ക് ചുറ്റും. അതാണ്, തീർച്ചയായും. ഇതാ ഒരു അമ്മച്ചി വരുന്നുണ്ട്, നമുക്ക് അമ്മച്ചിയോട് കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. ശരിയാണല്ലോ, ഇവിടുത്തെ നാട്ടിലെ വിശേഷങ്ങൾ അവിടുത്തെ നാട്ടുകാർ പറയുമ്പോഴല്ലേ അതിനൊരു ഫീൽ കിട്ടുള്ളൂ. തീർച്ചയായും നമുക്ക് അമ്മച്ചിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം. നമ്മുടെ പേരെങ്ങനെയാണ്? ഭാരതി രാമകൃഷ്ണൻ. ഭാരതി രാമകൃഷ്ണൻ. ഇവിടെ ഇപ്പോൾ എത്ര വർഷമായിട്ട് താമസിക്കുന്നു? ജനിച്ച വളർന്നൊക്കെ ഇവിടെ തന്നെയാണോ? അതെ അല്ലേ. ഓക്കെ. ഇവിടെ അടുത്ത് ഇപ്പോൾ ഒരു പോസ്റ്റ് ഓഫീസ് കാണുന്നുണ്ട്, അത് പ്രവർത്തിക്കുന്നതാണോ? അതെ അല്ലേ. ആ കെട്ടിടം എന്താണത്? ബാലവാടിയാണ്. സ്കൂളുകളൊക്കെ ഉണ്ടോ ഇവിടെ? ഈ ഒരു എത്ര പേരുണ്ട്? 7 പേരുണ്ട്. കുട്ടികളൊക്കെ ഉണ്ടോ? കുട്ടികൾ 10-40 കുട്ടികളേ ഉള്ളൂ. ഈ മഴക്കാല സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുന്നുണ്ടോ? പൊതുവെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞാൽ ഈ കുന്നം പ്രദേശമൊക്കെ ഉള്ള സ്ഥലത്ത് ഈ ഉരുൾപൊട്ടലിന്റെ ഒക്കെ ഭീഷണിയുണ്ട്. അതിവിടെ ഉണ്ടോ? അത് ഇവിടെ 3-4 വർഷം മുമ്പായിട്ട് ഉണ്ടായി, അതിപ്പോൾ ഉണ്ടായില്ല. ശരി ശരി. നാശങ്ങൾ ഒരുപാട് സംഭവിച്ച സമയത്ത് റബ്ബർ തോട്ടം അങ്ങനെ കുറെ ഒക്കെ പോയി. വീടുകൾ എന്തെങ്കിലും നശിക്കും? അങ്ങനെ ഇല്ല, വീടിന് കേടുപാടൊക്കെ സംഭവിച്ചിട്ടുള്ളൂ അല്ലേ. ഓക്കെ. എന്നാലും മലയോര മേഖലയാകുമ്പോൾ എന്തായാലും നമ്മൾ പേടിച്ച് തന്നെ മഴക്കാലത്ത് കഴിയണം. അതാണ് ഒരു പ്രശ്നം. പക്ഷെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. പക്ഷെ ഇവിടെ യാത്രാ സൗകര്യം കുറവാണ്. അതായത് ബസ് സർവീസ് ഒന്നും ഇല്ല. അതിന് വെച്ചാൽ രാവിലെ 8:30 സമയത്ത് സ്കൂൾ ടൈം ഉണ്ട്, ആ ടൈമിന് മാത്രമേ ഉള്ളൂ ബസ്. പിന്നെ വൈകുന്നേരം 5:30 ആകുമ്പോൾ, അതായത് ഒരു ബസ് രാവിലെയും വൈകിട്ടും മാത്രം അല്ലേ? അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അല്ലാത്ത സമയങ്ങളിൽ സാധാരണ ഓട്ടോറിക്ഷയ്ക്ക് വിളിക്കണം. നല്ല ചിലവായിരിക്കുമല്ലോ. ഇവിടെ ഞങ്ങളുടെ ഇവിടെ ഇച്ചിരി അപ്പുറം എന്റെ വീട്, അവിടെ വരെ ഓട്ടോയ്ക്ക് വരുന്നതിന് 150 രൂപ. 150 രൂപ കൊടുക്കണം. പിന്നെ ജീപ്പ് അങ്ങനെ സർവീസ് ഒന്നും ഇല്ല അല്ലേ? ഇല്ല, ഓട്ടോ മാത്രമേ ഉള്ളൂ. രാവിലെ ഷട്ടിലുണ്ട്, ഒരു 8-8:15 ആകുമ്പം. അത് ഹൈസ്കൂൾ പിള്ളേരുണ്ട് കുറച്ച് പേര്, പിന്നെ കുറച്ച് ജോലിക്കാർ പിള്ളേരൊക്കെ. ശരി ശരി. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. എന്തായാലും എൻ്റെ പേര് ബിബിൻ, അമ്മയെ പരിചയപ്പെട്ടതിൽ വലിയ സന്തോഷം. അദ്ദേഹത്തിന്റെ പേര് അനൂപ്. എന്തായാലും പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടിയൊക്കെ ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു സ്കൂൾ കാണാനായിട്ട് സാധിച്ചു. ഗവൺമെൻറ് ട്രൈബൽ UP സ്കൂൾ പതിപ്പള്ളി അല്ലേ? നമ്മോടൊപ്പം ഇവിടെ ഒരു ചേട്ടൻ നിപ്പുണ്ട്. ചേട്ടൻ്റെ പേര് എങ്ങനെയാണ്? എൻ്റെ ബിജു. ബിജു കൂടെയാണ്. ഉരൂപ്പിനാണ്. ഇപ്പോൾ ട്രൈബൽ സ്കൂളാണല്ലോ അല്ലേ? ഇവിടെ എത്ര പേരുണ്ട് സ്കൂളിൽ? ഇവിടെ 7 വരെ. 7 വരെ. ഇത് കഴിഞ്ഞാൽ പിന്നെ അവരവിടെ പോകും. ഇവിടെ കഴിഞ്ഞ തൊട്ട് മൂലേട്ടത്തേക്കാണോ, മൂലേട്ട സ്കൂളിലേക്കാണോ, ഉന്നതപഠനത്തിന് വേണ്ടി മൂലേട്ടത്തേക്ക് പോകണം. മൂലേട്ടത്ത് പോകും. പിന്നെ കോളേജ് അവിടെ ആർക്കുളത്ത് കോളേജ് ഉണ്ട്. പിന്നെ തൊടുപുഴയ്ക്ക് പോകും. പിന്നെ ഇപ്പം അടുത്തായിട്ട് ഞങ്ങളുടെ തന്നെ ട്രൈബലിന്റെ തന്നെയായിട്ടൊരു ഞങ്ങളുടെ ട്രൈബൽ മാനേജ്മെന്റിന്റെ ഒരു സ്കൂൾ കോളേജ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. നാടുകാണിയിലെ ടാസ്ക് എന്ന് പറയും ആ കോളേജ്. മലയോര കമ്മ്യൂണിറ്റിയുടെ കോളേജാണ്. അവർ തന്നെ മലയോര കമ്മ്യൂണിറ്റി തന്നെ അവർ തന്നെ മറ്റേ പൈസ ഒക്കെ എടുത്ത് ഒരു സർക്കാരിന്റെ ഒരു മറ്റാരുടെയും ഒരു പൈസ മേടിക്കാതെ അവർ തന്നെ കളക്ട് ചെയ്തുണ്ടാക്കിയ ഒരു കോളേജാണ് ട്രൈബൽ കോളേജ്. ഭയങ്കര നമ്മുടെ ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഏക മാനേജ്മെന്റ് ട്രൈബൽ കോളേജാണത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ട്രൈബൽ കോളേജാണത്. ട്രൈബൽ കോളേജ് മാനേജ്മെന്റ്
ഇന്ത്യ കോളേജ്. അങ്ങനത്തെ ഒരു കോളേജാണ് അവിടെ. അതൊരു പുതിയ അറിവ്. 2 കോളേജ് പഠിച്ചിട്ടുണ്ട് വളരെ സമയത്തിന്. ഒന്ന് മുണ്ടക്കയത്ത് ശ്രീ ശിബിരീശ് എന്ന് പറഞ്ഞോളും, ഇത് ടാസ്ക് എന്ന് പറഞ്ഞ കോളേജ്, ട്രൈബൽ ആർട്സ് ആൻഡ് കോളേജ് എന്നാണ് പറയുന്നത്. ശരി. അതോടൊപ്പം തന്നെ ഒരു കാര്യം ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഇപ്പൊ എത്ര കമ്മ്യൂണിറ്റി ഉണ്ട്? ഇവിടെ 2 കമ്മ്യൂണിറ്റിയാണ്, മലയാള കമ്മ്യൂണിറ്റിയും ഉരളി കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന 2 കമ്മ്യൂണിറ്റിയാണ്. ഇപ്പൊ ഇവിടെ ഇതിപ്പം ട്രൈബൽ ലാൻഡ് ആണോ ശരിക്കും? മൊത്തം ഇത് ട്രൈബലാണ് മൊത്തം. അത് 400 കുടുംബത്തോളം ഇവിടെ താമസിക്കുന്നുണ്ട് ഈ ഒരു മലയോര മേഖലയിൽ. അതായത് നമ്മുടെ അറക്കുളം പഞ്ചായത്തിന്റെ 7ാം വാർഡ് എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് ഇത്. 7ാം വാർഡിൽ, ഈ 7ാം വാർഡിലാണ് അതിൽ 400ഓളം ആദിവാസി കുടുംബങ്ങളുണ്ട്. അത് മലയന്മാരും ഉണ്ട്, ഉരളിമാരും ഉണ്ട്. ഇവിടുത്തെ പ്രധാന കൃഷിയൊക്കെ എന്തൊക്കെയാണ്? ഇവിടെ പ്രധാന കൃഷി എന്ന് പറഞ്ഞാൽ കപ്പയായിരുന്നു ആദ്യത്തെ കൃഷി. കപ്പ, കുരുമുളക്, കാപ്പി, കൊക്കോ അങ്ങനെയുള്ള കൃഷികളായിരുന്നു. പിന്നെ 2007 കൂടിയായിരുന്നു റബ്ബർ ബോർഡിന്റെ ഒരു പദ്ധതി വന്നത്, റബ്ബർ കൃഷി പദ്ധതി എന്ന് പറഞ്ഞത്. ആ കൃഷി വന്നതോടുകൂടിയാണ് ഞങ്ങളുടെ ജീവിതശൈലി ഇച്ചിരി മെച്ചപ്പെട്ടു വന്നത്. ഇല്ല, ലാവിഷായിട്ട് ജീവിക്കാൻ പറ്റത്തില്ലെങ്കിലും നമുക്ക് ഒരു എന്താ പറയാ, അരിക്കാശി മേടിക്കാനുള്ള പൈസ റബ്ബർ ബോർഡിന്റെ സ്വന്തമായിട്ട് റബ്ബർ വെട്ടി റബ്ബർ ടാപ്പ് ചെയ്ത് കൊടുക്കുന്ന പൈസ കൊണ്ട് നമ്മൾ ജീവിക്കുന്നുണ്ട്. വലിയ ആഡംബരത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, എന്നാലും നമുക്ക് അരിക്ക് മുട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള സംഭവമാണ്. അങ്ങനെ ആ റബ്ബർ ബോർഡിന്റെ പദ്ധതി ഒന്നും ഉണ്ടായിട്ടോ മാറില്ല. അങ്ങനെ ഞങ്ങൾ പോകുന്നു. സർക്കാർ അത്യാവശ്യം സഹായങ്ങൾ ചെയ്യുന്നു. സർക്കാരിന്റെ സഹായമുണ്ട്. സർക്കാരിന്റെ സഹായത്തായിരുന്നു റബ്ബർ നമുക്ക് കിട്ടിയത്. സർക്കാരിന്റെ സഹായം ഇപ്പം ഇച്ചിരി വിലയുണ്ട്. ഇപ്പൊ ഇച്ചിരി വിലയുണ്ട്. ഒരു 150ഓളം രൂപ നമ്മൾ കിട്ടുന്നുണ്ട്. വലിയ കുഴപ്പമില്ല. സ്വന്തമായിട്ട് ടാപ്പ് ചെയ്യുന്നവർക്കാണെങ്കിൽ ലാഭമാണ്. എന്നു വെച്ചാൽ രാവിലെ ഏക്കണം. ഇപ്പോഴത്തെ തലമുറകൾ ടാപ്പിംഗ് കൃഷിയിലോട് താല്പര്യം ഇല്ലല്ലോ. ഈ ഒരു തലമുറയുടെ കഴിഞ്ഞ ചിലപ്പോൾ കാണണം നിർബന്ധമില്ല. ഇപ്പൊ തലമുറകൾ ഇപ്പൊ കൃഷിയോട് താല്പര്യം ഇല്ലല്ലോ, അതാണ് പ്രശ്നം. ഞാൻ കൃഷിക്കാരനാണ്. ഇവിടെ വരുന്ന വഴിക്ക് ഒരു അമ്മച്ചിയെ കണ്ടിരുന്നു. അപ്പൊ അമ്മച്ചി പറഞ്ഞ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ മഴക്കാലത്തൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. പിന്നെ വാഹന സൗകര്യങ്ങൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. വാഹന സൗകര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. പിന്നെ നമ്മുടെ വഴിക്കൊരു പ്രശ്നമാണ്. വഴി ഇത് ഇപ്പോൾ 2 കിലോമീറ്റർ വരെ ഉള്ളു, ഇങ്ങോട്ട് വഴി ടാറിങ്ങുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടുന്ന് ശരിക്കും ഇത് ഈ വഴി എന്ന് പറയുന്നത് മൂലമറ്റം, മുൽപ്പൂണി, വാഗമണ്ണ്, നമുക്ക് കട്ടപ്പനയ്ക്ക് പോകാൻ പറ്റുന്ന വഴിയാണ്. വളരെ ഷോർട്ടായിട്ട് പോകാം. നമ്മുടെ എൻ്റെ ചേട്ടന്റെ പയ്യൻ, അവൻ കട്ടപ്പന ജോലിക്കാരനാണ്. അവൻ വീട്ടിൽ നിന്ന് ഈ വഴിയാ പോണത് കട്ടപ്പനയ്ക്ക്. പോകാതെ ഈ വഴി തന്നെ പോകും. അതായത് ഒരു 1.5 മണിക്കൂർ, ഒരു മണിക്കൂർ കൊണ്ട് അവൻ ഇവിടുന്ന് കട്ടപ്പന ചെല്ലും. ഈ വഴി പോയി കഴിഞ്ഞാൽ 1 മണിക്കൂർ. രാവിലെ അവൻ 10 മണിക്കുള്ള ഓഫീസിൽ പോകണം. അവൻ ഇവിടുന്ന് ഒരു 9 മണിയാകുമ്പോഴേ ഓഫീസിൽ പോകുള്ളൂ. ഷോർട്ടാണ്. ഇത് വികസിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ഭയങ്കരപ്രദമായ ഒരു വഴിയായി വഴി എന്ന് പറയുന്നത്. ഇപ്പൊ എന്താ വെച്ചാൽ ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ വന്നിട്ട് ടാറിങ്ങുള്ള, അത് കഴിഞ്ഞിട്ട് പിന്നെ കോൺക്രീറ്റ് വഴിയും പിന്നെ ഒരു 2 കിലോമീറ്റർ ഓഫ് റോഡുവാ. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞാൽ പീരുമേട് താലൂക്കായി മാറും. പീരുമേട് തൊടുപുഴ താലൂക്കിന്റെ ബോർഡറായിട്ട് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ 2 കിലോമീറ്റർ അപ്പുറം അതേത് സ്ഥലമാണ് ഈ മൺപാത തുടങ്ങുന്ന സ്ഥലം? മൺപാത തുടങ്ങുന്നത് മേമട്ടം എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞാൽ ഉൽപ്പുണി എന്ന് പറയും. ഉൽപ്പുണി പിന്നെ ഉൽപ്പുണി വാഗമണ്ണ്, അങ്ങനെ ഏലപ്പാറ, കട്ടപ്പനയ്ക്ക് പോകാം. ശരി, വാഗമണ്ണിലേക്ക് പോകാം. ഭാവിയിലേക്ക് നല്ല റോഡൊക്കെ വരട്ടെ. ഭാവിയിലേക്ക് നല്ല റോഡ് വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ ഇവിടെ അധികം കടകളൊന്നുമില്ല. അപ്പൊ നിങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. നമുക്ക് അത് ഈ നമ്മുടെ ഒരു പ്രശ്നം വെച്ചാൽ ഈ മലമ്പ്രദേശത്തെ ആൾക്കാരെല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ കാട്ടിലുള്ളവരെല്ലാം നാട്ടിലോട്ട് ഇറങ്ങി, നാട്ടിലുള്ളവരെല്ലാം നാട് വിട്ട് പോയെന്നുള്ള അവസ്ഥയാണല്ലോ. കാരണം ഇപ്പൊ ഞങ്ങളുടെ ഉള്ളവരെല്ലാം കൂടെ യാത്രാ സൗകര്യത്തിന് വേണ്ടി നാട്ടിലോട്ട് ഇറങ്ങി, നാട്ടിലെ ആൾക്കാരെല്ലാം കൂടെ നാട് വിട്ട് വിദേശത്തേക്ക് പോയി. അപ്പൊ എന്താ വെച്ചാൽ ഈ ഉൾനാടൻ പ്രദേശത്തുള്ള കടകളെല്ലാം നിന്നുപോയി. പണ്ട് ഈ കടയൊക്കെ എന്ന് വെച്ചാൽ ചായക്കടയൊക്കെ ആയിരുന്നു. രാവിലെ ചായ കുടിക്കാൻ വേണ്ടി വരുമ്പോ വീട്ടിൽ നിന്ന് അച്ഛൻ വരുമ്പോ അതിന് തൊട്ട് പറയുമ്പോൾ അവനും വരുവായിരുന്നു ചായ കുടിക്കാൻ. ഇപ്പൊ ആരും കടയിൽ പോയി ചായ കുടിക്കാറില്ലല്ലോ. ഇപ്പൊ കവലവർത്താനം ഇല്ല. ഇപ്പൊ കവലവർത്താനം നിന്നുപോയി. ഈ ചായക്കടയിൽ പോയിരുന്ന് നമ്മൾ ചായ കുടിക്കാന്ന് പറയുന്ന ഒരു ചായയുടെ ടേസ്റ്റ് മാത്രമല്ല, ആ നാട്ടിലെ വിശേഷങ്ങളെല്ലാം അറിയാൻ വേണ്ടിയുള്ള ഒരു മാധ്യമം കൂടെ ആയിരുന്നു ചായക്കട എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ചായക്കട കഴിഞ്ഞു. അതിനുശേഷം ഇപ്പൊ ഈ നാട്ടിലെ ഈ നമ്മുടെ ഉൾപ്രദേശത്തിന് ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് കടകളെല്ലാം പൂട്ടിപ്പോയി. അത് ഇവിടത്തെ മാത്രമല്ല, മിക്ക പ്രദേശങ്ങളിലും കടകൾ അങ്ങനെ തന്നെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ ഇവിടെ അപ്പൊ അത്യാവശ്യം വെച്ചാൽ നമുക്ക് റേഷൻ കടയുണ്ട്, തൊട്ടടുത്ത് പോയി കുഞ്ഞൊരു പലചരക്കടയുണ്ട്, പിന്നെ അവിടെ ഒരു തുണിക്കട ഉണ്ടായിരുന്നു, ആ തുണിക്കട പോയി. പിന്നെ ഒരു ചെറിയൊരു നാരങ്ങളക്കടയൊക്കെ ഉണ്ട്. അങ്ങനെ ചെറിയ കടകളൊക്കെ ഇത്രയുണ്ട്. അത്യാവശ്യ കാര്യങ്ങൾ അത്യാവശ്യം ഓടി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിക്കാൻ അത്രേ ഉള്ളൂ. കാര്യമായിട്ട് നമുക്ക് മേടിക്കാം. ഇനി നമുക്ക് മുലെടുത്ത് വേണ്ടി വരും. ഓട്ടോയുണ്ട്. നമുക്ക് വൈകുന്നേരം ഒരു ബസ് സർവീസും ഉണ്ട്. 2 വണ്ടി, രാവിലെ 8 മണിക്ക് ഒരു ബസ്സും ഉണ്ട്, വൈകുന്നേരം 5 മണിക്ക് ഒരു ബസ്സും. ആ വണ്ടി തന്നെ തിരിച്ചു വരുന്നു. അത് ആ വണ്ടി ഇവിടെ വന്നിട്ട് നേരെ മൂലയുടെ തൊടുപുഴ ചെന്ന്, തൊടുപുഴ ഏലപ്പാറ പോയി, ഏലപ്പാറയിൽ നിന്ന് തൊടുപുഴ വന്ന്, തൊടുപുഴയിൽ നിന്ന് രാവിലെ ഇവിടെ വന്ന് മൂലയെടുത്ത് വന്ന് അവസാനിക്കും. ഈ പച്ചക്കറിയൊക്കെ ഇവിടെ തന്നെ ചെറുതായിട്ട് കൃഷി പച്ചക്കറിയൊക്കെ ചെറുതായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. നമുക്ക് പച്ചക്കൃഷിയായിട്ട് കപ്പയുണ്ടായിരുന്നു, ചേനയുണ്ട്, ചെമ്പുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു 2-3 വർഷമായിട്ട് ഈ കാട്ടുമൃഗങ്ങളെ ശല്യം നമുക്ക് പന്നി ശല്യം ഭയങ്കരമായിട്ട്. ആനയുടെ ശല്യം നമുക്ക് വന്നിട്ടില്ല. ഇതുമായിട്ട് ആനയുടെ ശല്യം വന്നിട്ടില്ല. പക്ഷെ നമ്മുടെ മുൾഭാഗത്ത്
മേവട്ടം ഭാഗത്തൊക്കെ ആന വരാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നു. പക്ഷെ നമ്മുടെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇനി ഏത് ഇങ്ങോട്ട് വരുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ മേല. പക്ഷെ ഈ വേറെ മൃഗങ്ങൾ പിന്നെ കുരങ്ങിന്റെ ശല്യമുണ്ട്, കുരങ്ങ് ശല്യമുണ്ട്, ഈ കാട്ടുപന്നിയുടെ ശല്യമുണ്ട്. നമുക്ക് ഭയങ്കര പ്രശ്നം. റബ്ബറിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഈ പതുപ്പള്ളി സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതൊരു പ്രത്യേകത കാലാവസ്ഥയുള്ള പ്രദേശമാണ്. ഈ ഞങ്ങളുടെ ഈ വലിയകണ്ടം, അതായത് പതുപ്പള്ളി വലിയകണ്ടം എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശം എന്ന് പറയുന്നത്. ഇവിടുത്തെ റബ്ബറിലൊക്കെ നല്ല നാട്ടും പ്രദേശത്ത് റബ്ബർ പോലെ നന്നായിട്ട് വളരും. പക്ഷെ ഇവിടുന്ന് കഴിഞ്ഞ് മേമ്പട്ടത്തേക്ക് പോയി കഴിഞ്ഞാൽ റബ്ബർ പിടിക്കുന്നില്ല. തണുപ്പ് പ്രദേശമായതുകൊണ്ട് പിടിക്കുകയില്ല. കാരണം നമ്മളിവിടെ നട്ടുവയ്ക്കുന്ന മരത്തിന്റെ ഇപ്പോഴും ഞങ്ങൾ എന്റെ കൂട്ടുകാരൻ നട്ട മരവും ഞാൻ നട്ടവരും എന്റെ കൂട്ടുകാരൻ നട്ടവരും എന്റെ മരം മുറിക്കാനായിട്ടും കൂട്ടുകാരന്റെ മരം വളർന്നിട്ടില്ല. അതുപോലെ തന്നെ ഇരിക്കുക. അത് കാലാവസ്ഥയുടെ പ്രശ്നമാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ഭൂപ്രകൃതി അനുസരിച്ചേ. അപ്പം ഭൂപ്രകൃതി അനുസരിച്ച് വ്യത്യാസ പ്രദേശ സ്ഥലം. പിന്നെ നമുക്ക് ഈ പ്രദേശത്തെ ആൾക്കാരെല്ലാവരും ഒത്തുചേരാൻ പറ്റത്തില്ല. പണ്ടാരോണ്ട് ഒരു പുള്ളിക്കാരൻ പറഞ്ഞ പോലെ ഓന്തിന് പുറം പറഞ്ഞ പോലെയാണ് ഈ പതുപ്പിളിയുടെ പ്രദേശം എന്ന് പറയുന്നത്. ഓന്തിന് പുറം പോലെയാണ് എല്ലാ പ്രദേശവും. നമുക്ക് നമ്മുടെ ആൾക്കാർക്കെല്ലാം പെട്ടെന്ന് ഒത്തുകൂടാൻ പറ്റാത്തൊരു പ്രദേശമാണ് പതുപ്പിളി എന്ന് പറയുന്നത്. പിന്നെയും ഉണ്ടായിരുന്നാണ് ഈ സ്കൂൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇലക്ഷനൊക്കെ ഇവിടെ തന്നെയാണ് വരുന്നത്. അപ്പൊ എന്തായാലും ഇത്രയും നേരം സന്തോഷം. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ ഒരുപാട് സന്തോഷം. അങ്ങനെ എന്തായാലും മൂപ്പിനോടൊക്കെ നമ്മൾ സംസാരിച്ചതിന് ശേഷം സ്കൂളിൻ്റെ മുന്നിലേക്ക് നടന്നെത്തിയിരിക്കുകയാണ്. നമ്മൾ നടന്നു വരുന്ന വഴി തന്നെ ഒരു വലിയ മാവ് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല പ്രായമുള്ളൊരു മാവാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ സ്കൂളിലൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട്, വൈലപ്പള്ളി സാറിൻ്റെ അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുക എന്നുള്ളത്. നമ്മൾ സ്കൂളിൻ്റെ മുറ്റത്തേക്ക് വരുമ്പോൾ തന്നെ ആദ്യമേ കാണുന്നത് ഈ ഒരു മാവാണ്. അത്യാവശ്യം നല്ല മാമ്പഴമൊക്കെ ഉണ്ട്. നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം കുറേ പൊഴിഞ്ഞു പോയിട്ടുണ്ട്. കുട്ടികളൊക്കെ ക്ലാസ് കഴിയുമ്പം അതൊക്കെ പിറക്കി കഴിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും നമ്മുടെ കുട്ടിക്കാലമൊക്കെ ഇതുപോലെ തന്നെയായിരുന്നു. മാവിലൊക്കെ കല്ലെറിഞ്ഞ് മാങ്ങാപ്പഴമൊക്കെ കഴിച്ചാണ് നമ്മൾ വീടുകളിലേക്ക് സാധാരണ പോവുക. എന്തായാലും ആ ഒരു ഓർമ്മയാണ് എനിക്കിപ്പോൾ വരുന്നത്. പിന്നെ നമ്മൾ സ്കൂളിൻ്റെ അങ്കണത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു മാവും കൂടി ഉണ്ട്. ആ മാവിൻ്റെ ചുവട്ടിൽ ബിർസ മുണ്ട ചത്തുരം എന്ന് പറഞ്ഞ് ഒരു ബോർഡ് കാണാൻ സാധിക്കും. നല്ല ഭംഗിയായിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ ഇങ്ങനെ എന്താ പറയുക, ആ ഒരു മാവിൻ്റെ ചോട്ടിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഈ ബിർസ മുണ്ടയെക്കുറിച്ചൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് മുണ്ട എന്ന് പറയുന്നത് ഒരു ആദിവാസി ഗോത്ര സമൂഹമാണ്, മുണ്ട ട്രൈബ്. കുറേ ആൾക്കാർക്കെങ്കിലും അറിയാമെന്ന് വിചാരിക്കുന്നു. ബിർസ മുണ്ട എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. അദ്ദേഹം മുണ്ട ട്രൈബിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അതായത് ബ്രിട്ടീഷുകാരുമായിട്ട് 18-19 നൂറ്റാണ്ടുകളിൽ ഈ മുണ്ട ട്രൈബിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പടപൊരുതിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ബിർസ മുണ്ട ചത്തുരം എന്ന് പറഞ്ഞൊരു ബോർഡ് ഇവിടെ വെച്ചിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ ഒരു സ്കൂളിൻ്റെ HM ഉണ്ട്. നമുക്ക് പറ്റുവാണെങ്കിൽ HMനെ കണ്ടൊന്ന് സംസാരിക്കാം ഈ സ്കൂളിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ. HM നമസ്കാരം. ടീച്ചറിൻ്റെ പേരെങ്ങനെയാണ്? ഓക്കെ. ടീച്ചർ ഇപ്പോൾ എത്ര വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു? 5 വർഷമായിട്ടല്ലേ. ഇവിടെ എത്ര വരെ ക്ലാസ്സാണ് ഇപ്പോൾ നിലവിലുള്ളത്? ക്ലാസ്സിൽ 1 മുതൽ 7 വരെ. അത് കഴിഞ്ഞാൽ പിന്നെ വിദ്യാഭ്യാസത്തിന് താഴേക്ക് പോകും അല്ലേ? ഗവൺമെന്റ് ഹൈസ്കൂളിലേക്കും പിന്നെ എയ്ഡഡ് സ്കൂളുകളൊക്കെ ഉണ്ടല്ലോ, അവിടേക്ക് പോകും. മൂലമറ്റത്തേക്ക് പോകും. ഓക്കെ. ഇവിടെ ഇപ്പം ഈ ഒരു സ്കൂൾ സ്ഥാപിതമായിരിക്കുന്നത് 1952 ബോർഡിൽ കണ്ടിരുന്നു. 52 ചെറിയ ഓല കെട്ടിയ ഒരു പുരയിടത്തിലായിരുന്നു, കെട്ടിടമായിട്ടാണ് തുടങ്ങിയത്. അതിവിടുത്തെ പ്രാദേശികമായ ആൾക്കാരുടെ താല്പര്യം കൊണ്ട് അവർക്ക് പോക്ക് വരവിനും ഒക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തുടങ്ങിയതാണ്. അത് പിന്നീട് സർക്കാർ ഏറ്റെടുക്കുകയും ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വെൽഫെയർ സ്കൂളുകളെന്നും പറഞ്ഞ് ഒരു പദ്ധതി വരികയും അത് ഏറ്റെടുത്ത് നടപ്പിലാക്കുകയും ചെയ്തു വരും. അത് കഴിഞ്ഞിട്ട് 1953-54 കാലഘട്ടത്തിലേക്ക് ഇത്തരത്തിലുള്ള ഒരു കെട്ടിടത്തിലേക്ക് മാറിയെങ്കിലും അതിൻ്റെ തുടർന്നുള്ള സർക്കാരുകളെല്ലാം നമ്മളെ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. പിന്നെ അറക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലാണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത്. അറക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ വിദ്യാഭ്യാസ പ്രോജക്റ്റുകളിലെല്ലാം തന്നെ ഈ LP UP സ്കൂളുകൾ വളരെ വിപുലമായിട്ട് നമ്മുടെ സ്കൂളുകളിൽ നടപ്പാക്കിയിട്ടുണ്ട്. തനത് വർഷത്തിൽ നമ്മുടെ സ്കൂളിന് അല്ലെങ്കിൽ അറക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ 6 LP UP സ്കൂളുകൾക്ക് ഡ്യൂവൽ ഡെസ്ക്, ഇൻട്രാക്റ്റീവ് പാനൽ, അതുപോലെ ലാപ്ടോപ്പ്, പ്രൊജക്ടർ, പിന്നെ പ്രിൻ്റർ ഇവയൊക്കെ നൽകി സ്കൂളിൻ്റെ ഡിജിറ്റൽ പഠനത്തിനും വളരെയധികം ഉപകാരപ്രദമായ കാര്യങ്ങൾ നടപ്പാക്കി വരികയാണ്. ഈ സ്കൂളിന് പ്രഭാത ഭക്ഷണം, രാവിലെ പ്രഭാത ഭക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും പഞ്ചായത്തിൻ്റെ പ്രത്യേക മേൽനോട്ടവും പ്രോജക്റ്റുകളും നടപ്പിലാക്കി വരുന്നുണ്ട്. സർക്കാർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ
പി ടി എയുടെ അകമഴിഞ്ഞ ഒരു സഹകരണം കൊണ്ടാണ് ഈ സ്കൂൾ ഇത്ര മനോഹരമാക്കി നമുക്ക് നിലനിർത്തുവാനും പഠന കാര്യങ്ങളിലും അവരുടെ എല്ലാ പിന്തുണയും നമുക്ക് ലഭിച്ചു വരുന്നു. ഇതിനോടൊക്കെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ ടീച്ചർ പറഞ്ഞല്ലോ ആദ്യ കാലങ്ങളിൽ ഈ ഒരു സ്ഥലം ഇവിടെ അങ്ങനെ സ്കൂൾ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലായിരുന്നു. അപ്പോൾ ഒരാളുടെ ഒരു നേതൃത്വം നൽകിയിട്ടാണ് അദ്ദേഹമാണ് ശരിക്കും ഇതിനു വേണ്ടി പ്രവർത്തിച്ചത്. അദ്ദേഹത്തിന്റെ പേര് എങ്ങനെയാണ്? ഊരാളി വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. വളരെ നല്ല ഒരു സാമൂഹ്യപരമായിട്ട് സഹായങ്ങൾ നൽകുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഈ സ്ഥലം ഇത്ര 1.5-2 ഏക്കറോളം സ്ഥലം ഉണ്ടായിരുന്നു. നിലവിൽ നമ്മുടെ കണക്കനുസരിച്ച് 75 സെന്റോളം ഒക്കെ വരുന്നുള്ളൂ. അറക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ ജൈവ വൈവിധ്യ പാർക്ക് നിലനിൽക്കുന്നത് ഈ സ്കൂളിലാണ്. ഈ സ്കൂളിന് ജൈവ വൈവിധ്യ പാർക്കിന്റെ 2023 അധ്യയന വർഷത്തിന് സംസ്ഥാന അവാർഡ് നേടിയിട്ടുള്ളതാണ്. കുട്ടികൾ പഠിക്കുന്ന കാര്യത്തിലൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ? അവര് നമ്മളിവിടെ പരമാവധി എല്ലാ മേഖലകളിലും കുട്ടികൾക്ക് ഡിജിറ്റൽ വിദ്യാകരണം പദ്ധതിയിൽപ്പെട്ട് എല്ലാ ട്രൈബൽ കുട്ടികൾക്കും നമ്മൾ കൊറോണ കാലത്ത് ലാപ്ടോപ്പ് നൽകിയിരുന്നു. അതുപോലെ നാട്ടുകാരുടെ സഹകരണം മൂലം ഫോണുകൾ വിതരണം ചെയ്തിരുന്നു. ഈ ലാപ്ടോപ്പ് ലഭിച്ചത് മൂലം നമുക്ക് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ വളരെ ഉപകാരപ്രദമാണ്. ഇപ്പോഴും നിലവിൽ നമുക്ക് കുട്ടികൾക്ക് ആവശ്യമുള്ള ലാപ്ടോപ്പ് നിലവിലുണ്ട്. അതുപോലെ ഓഫീസ് ആവശ്യത്തിന് അറക്കുളം ഗ്രാമപഞ്ചായത്ത് നമുക്ക് ഈ വർഷം ലാപ്ടോപ്പും പ്രിന്ററും നൽകിയിട്ടുണ്ട്. ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഇപ്പം ഇവിടെ നമുക്ക് എങ്ങനെയാണ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത്? ആക്ടിവിറ്റീസ് സ്പോർട്സ് കാര്യങ്ങൾ നമ്മൾ ഉപകരണങ്ങളോട് കൂടിയാണ് പിള്ളേരെ പരിശീലിപ്പിക്കുന്നത്. ഹോസ്റ്റൽ സൗകര്യം അങ്ങനെ എന്തെങ്കിലും? ഹോസ്റ്റൽ സൗകര്യം ഇവിടെ ഇല്ല. ഹോസ്റ്റൽ സൗകര്യം വരികയാണെങ്കിൽ കുട്ടികൾ താമസിച്ച് പ്രത്യേകിച്ചുള്ള മേൽനോട്ടത്തിലൂടെ പഠിക്കുകയാണെങ്കിൽ കുട്ടികൾ ഉയർന്ന നിലയിലേക്ക് എത്തും. പക്ഷെ ഇവിടെ ധാരാളം ആളുകൾ ഉയർന്ന നിലയിൽ പഠിച്ച് പോയിട്ടുള്ളവരാണ്. അവരൊക്കെ മറ്റു സ്ഥലങ്ങളിലേക്ക് താമസം മാറുകയും അവിടെ സെറ്റിലാകുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം ടീച്ചർ പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പം 1952 ശേഷം നമുക്കൊരു രജിസ്റ്റർ കാണുമായിരിക്കും. ഏകദേശം കണക്ക് പറയുകയാണെങ്കിൽ എത്ര കുട്ടികൾ ചിലപ്പോൾ പഠിച്ചു പോയി കാണുമായിരിക്കും? ഒരു 1500ഓളം കുട്ടികളാണ്. കാരണം ഈ ട്രൈബൽ മേഖലയുണ്ട്, ജനസംഖ്യ കുറവുള്ള പ്രദേശം. അപ്പോൾ അതുകൊണ്ട് ഏകദേശം 1500ഓളം കുട്ടികൾ പഠിച്ചിറങ്ങി പോയിട്ടുണ്ട്. പക്ഷെ ആദ്യകാലങ്ങളിൽ ഈ പ്രദേശത്ത് ഈ ഒരു സ്ഥാപനം അല്ലാതെ ഒന്നുമില്ലായിരുന്നു. വളരെയധികം അതുകൊണ്ട് ആളുകൾക്ക് വിദ്യാഭ്യാസപരമായി മുന്നേറാനും അവരുടെ നിലവാരം മെച്ചപ്പെടുത്താനും സാമ്പത്തികമായും സാമൂഹികമായും മെച്ചപ്പെടൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ഒരു ട്രൈബൽ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ HM നമ്മളോട് പറഞ്ഞു തന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ടീച്ചറെ വളരെ സന്തോഷം പരിചയപ്പെടാൻ സാധിച്ചതിലും ഈ ഒരു വിവരം തന്നതിലും. ഓക്കെ, നന്ദി. അങ്ങനെ എന്തായാലും നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞു കേട്ടോ. മഴയോട് മഴ. വായിന്ന് പുകയൊക്കെ വരുന്നുണ്ട്, നല്ല തണുപ്പുണ്ട്. എന്തായാലും മഴയൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്കൂളിൻ്റെ അങ്കണത്തിൽ നിന്ന് നമ്മുടെ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനിയിപ്പം മഴ ഒന്ന് കുറഞ്ഞുകൊണ്ട് നമുക്കിനി ബാക്കി യാത്ര തുടരാമെന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചിനി മുന്നോട്ടുള്ള യാത്ര നടക്കില്ലായിരിക്കുമെന്ന്. കാരണം നല്ല മഴയായിരുന്നു, അത്രയും നല്ല രീതിയിലാണ് മഴ പെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മഴ നിന്നിരിക്കുകയാണ്. മാത്രമല്ല ഇടിയും വിട്ടുന്നുണ്ട്. പറ്റുന്നത്രയും കുറച്ചുകൂടിയൊക്കെ ദൂരം മുന്നോട്ട് പോയിട്ട് കുറച്ച് കാഴ്ചകൾ കൂടി നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു കാര്യം ഇനി പറയാനുള്ളത്, അനുവിൻ്റെ ഡ്രസ്സൊക്കെ നനഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സൊക്കെ നനഞ്ഞ് അദ്ദേഹം പിന്നെ എൻ്റെ ഡ്രസ്സ് മാറി. എന്തായാലും ഇന്നൊരു ഡ്രസ്സും കൂടി കൊണ്ടുവന്ന് നന്നായി, അല്ലെങ്കിൽ പെട്ടുപോയേനെ. എനിക്കെന്തായാലും ഒന്നും പറ്റിയില്ല. പുള്ളി ഒരു ഡ്രോൺ ഷോട്ട് എടുക്കാൻ വേണ്ടി പോയതാണ്. കുറച്ച് ദൂരം മുന്നോട്ട് നടന്നു പോയി, പെട്ടെന്ന് മഴ പെയ്തു. പിന്നെ ഡ്രോണ് താഴെ ഇറക്കണമല്ലോ, ആ ഒരു സമയം ഫുൾ അവിടെ നിന്ന് പുള്ളി നനയേണ്ടി വന്നു. എന്തായാലും ഡ്രോണിന് പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നും പറ്റാതെ ആ ഒരു സേഫായിട്ട് കിട്ടി. എന്തായാലും മഴ നനഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഡ്രോൺ തിരിച്ച് കിട്ടി. മഴ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാണല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം ഇതിനിടയ്ക്ക് നടന്നു. അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കിയുള്ള യാത്ര മുന്നോട്ട് തുടരാം. അങ്ങനെ എന്തായാലും മഴയൊക്കെ മാറിയതോടുകൂടി നമ്മുടെ യാത്ര മുന്നോട്ട് തുടരുകയാണ്. അത്യാവശ്യം നല്ല ഉയരത്തിലേക്കുള്ള കയറ്റം നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും റോഡൊക്കെ നല്ല രീതിയിൽ ടാർ ചെയ്തേക്കുന്നുണ്ട്, അത്ര ബുദ്ധിമുട്ടില്ല. അനുഭവം പറയുന്നത് കുറച്ചുകൂടിയൊക്കെ മുന്നോട്ട് പോയി കഴിയുമ്പം ഈ ടാറിങ് റോഡൊക്കെ തീർന്ന് നമ്മൾ മൺപാതയിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഒരുപാടില്ല. ഈ ടാറിംഗ് റോഡ് തീർന്നാലും പിന്നെ കോൺക്രീറ്റ് റോഡാണ്. അതെ അല്ലേ? പിന്നെ കുഴപ്പമില്ല. പോയപ്പം ടാറിംഗ് റോഡ് തീർന്നാൽ മണ്ണല്ലേ, റോഡല്ലേ, പിന്നെ ഒരു കോൺക്രീറ്റ് റോഡ്, പിന്നെ കോൺക്രീറ്റ് കുറെ കഴിഞ്ഞിട്ട് പിന്നെ മൺപാത. അത് നമ്മൾ ഉളുപ്പൂണിക്ക് അങ്ങനെ പോകുമ്പോൾ ഉള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് ഏരിയ പോകണ്ടോ. ഇതുവരെ പോയിട്ട് പിന്നെ നിർത്തുമല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ വഴികളാണെന്നാണ് എന്തായാലും അനുവ് പറയുന്നത്. വലിയൊരു ചെരുവാട്ടോ. ചെരുവിക്കിട്ട് നമ്മൾ കയറിപ്പോണേ. പുളിമരങ്ങളും കൊടംപുളിയും കപ്പലാവും എല്ലാം ഉണ്ട് ഇവിടെ. ഇവിടുത്തെ പ്രധാന കൃഷി എന്ന് പറയുന്നത് നമ്മുടെ മൂപ്പൻ പറഞ്ഞിരുന്നല്ലോ, ഇവിടെ പ്രധാനമായിട്ട് റബ്ബറാണ്. പിന്നെ കുറച്ചുകൂടിയൊക്കെ ദൂരം പോയി കഴിയുമ്പോൾ റബ്ബർ മാറിയിട്ട് തേയില എസ്റ്റേറ്റുകൾ തുറന്നു പറഞ്ഞു. ഇതിന് വെള്ളിലാവാണ് ഈ സാധനം.
വെള്ളിലാവാന്ന് എനിക്ക് തോന്നുന്നു. വെള്ളിലാവ് പോലെ ഉണ്ട്. ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ, പോകുന്ന വഴിയിലൊക്കെ നമുക്ക് കാണാം. വനമാണെങ്കിലും ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഫോറസ്റ്റ് അല്ല കേട്ടോ, ഞാൻ പറഞ്ഞിരുന്നു. പണ്ട് കാലത്ത് വനമായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ആദിവാസികൾക്ക് പതിപ്പിച്ചു കൊടുത്തിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവരിവിടെ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്ത് ഇപ്പോൾ അവരിങ്ങനെയൊക്കെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. റബ്ബറും തെങ്ങും അതോടൊപ്പം തന്നെ കാപ്പിക്കുരു, കുരുമുളക്, ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രധാന കൃഷി എന്ന് പറയുന്നത്. എന്തായാലും അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഈ ഒരു വനത്തിന്റെ നടുവിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പോവുകയാണ്. പണ്ടത്തെ ഒരു കടയാന്ന് തോന്നുന്നു അല്ലേ? പണ്ടത്തെ കട. അതൊക്കെ പൂട്ടി പോയിട്ടോ. ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്ന ഒരു സ്ഥലമായിരിക്കും. അങ്ങനെ കുറച്ചുകൂടിയൊക്കെ ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ടാർ റോഡൊക്കെ മാറി നല്ല രീതിയിൽ കോൺക്രീറ്റ് റോഡായി മാറിയിരിക്കുകയാണ്. എന്തായാലും നല്ല ഭംഗിയായിട്ട് പഞ്ചായത്ത് അത് ഇട്ടിട്ടുണ്ട്. പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങളൊന്നും നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. പിന്നെ വളരെ ചെറിയ വഴിയാണ് എന്നുള്ളതേ ഉള്ളൂ. കാരണം ഇത് ഫോറസ്റ്റ് ലാൻഡും കൂടിയാണ്, അതായത് വനപ്രദേശം കൂടി ആയതുകൊണ്ട് ഫോറസ്റ്റുകാർ എത്ര മീറ്റർ വീതിയിൽ കൂടുതൽ സ്ഥലം വിട്ടുകൊടുക്കാനായിട്ട് സാധ്യത കുറവാണ്. അതുകൊണ്ടായിരിക്കണം ഈ ഒരു വീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് പോയിരിക്കുന്നത്. എന്തായാലും നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ കോൺക്രീറ്റ് റോഡിലൂടെ നമ്മളിങ്ങനെ വലിയ മലയൊക്കെ കയറി, അതായത് വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന വഴിയിലൂടെ ഇങ്ങനെ കയറ്റം കയറി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വെള്ളച്ചാട്ടങ്ങളും മലനിരകളും അതോടൊപ്പം തന്നെ മൂടൽമഞ്ഞൊക്കെ ഇങ്ങനെ പാറിപ്പറന്ന് പോകുന്ന കാഴ്ചയൊക്കെ കാണാനായിട്ടൊരു പ്രത്യേക ഫീലാണ്. ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഡ്രൈവ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഈ വഴിയിലൂടെ വരുമ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് പോവുക. ഡ്രൈവ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഫോട്ടോസ് എടുത്ത് അവർ സഹകരിച്ചു കൊടുക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ വീഡിയോസ് എടുത്ത് അതെ മാറി ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര പ്രശ്നമില്ല. അപ്പോൾ എന്തായാലും രണ്ടുപേർക്കും കാഴ്ചകളൊക്കെ കണ്ടുപോകാനായിട്ട് സാധിക്കും. എന്തായാലും വഴിയുടെ ഇരുവശങ്ങളിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് ഈ പറയുന്ന കൃഷി ഇടങ്ങൾ തന്നെയാണ്. പ്രധാനമായിട്ടും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് കാണാൻ കഴിയുന്നത് കൊക്കോയും പിന്നെ കുരുമുളകും അതൊക്കെ തന്നെയാണ്. പ്ലാവുണ്ട്. അങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടാണ് നമ്മളിപ്പോൾ കയറ്റം കയറി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ റബ്ബർ മരങ്ങൾ കുറേ കണ്ടെങ്കിൽ ഇവിടെ എത്തിയപ്പോഴത്തേനും നമുക്കതൊന്നും കാണാനായിട്ട് സാധിക്കില്ല. കൃഷിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കുരുമുളകും കൊക്കോയാണ് ഇവിടുത്തെ പ്രധാന കൃഷി. പിന്നെ പോകുന്ന വഴിയിലൊക്കെ ചെറിയ ചെറിയ വീടുകളും നമുക്ക് കാണാൻ കഴിഞ്ഞു. അടുത്തടുത്ത വീടുകളൊന്നും നമുക്കിവിടെ കാണാൻ കഴിയില്ല. എല്ലാം കുറച്ച് ദൂരം മാറിയിട്ടാണ്. ഒരു വീട് കഴിഞ്ഞാൽ ഒരു നിശ്ചിത ദൂരം കഴിഞ്ഞിട്ടാണ് അടുത്ത വീട് വരിക. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയാണ് നമുക്കിവിടെ ഈ ഒരു മലമുകളിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. അങ്ങനെ കുറച്ചുകൂടിയൊക്കെ മല കയറി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും നല്ല കോടമഞ്ഞ് കേട്ടോ. ഇപ്പോൾ ഒരു അത്യാവശ്യം സീറോ വിസിബിലിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മൂടൽമഞ്ഞ് നമുക്കിവിടെ റോഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കയറ്റം കയറി ഇങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഈ മഞ്ഞിലൂടെ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീല് അത് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കില്ല. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണമായിട്ടും കാപ്പിക്കുരുവിൻ്റെ കൃഷിയാണ്. ഇപ്പം മഞ്ഞ് കാരണം നമുക്ക് അത്ര അധികം കാണാൻ സാധിക്കില്ല. കാപ്പിക്കുരുവും അതോടൊപ്പം തന്നെ കൊക്കോയാണ് ഇവിടെ ഉള്ളത്. പിന്നെ പോകുന്ന വഴിയിലൊക്കെ കണ്ടോ ഇതുപോലെ വീടുകളുണ്ട്. കുറച്ച് വീടുകളൊക്കെ നമുക്ക് കാണാം. ഇവരൊക്കെ ഇവിടെ താമസിച്ച് കൃഷി ചെയ്യുകയാണ്. ഇവർക്കൊക്കെ ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ പുറത്തേക്ക് പോകണമെങ്കിലുള്ള ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. മൂലമറ്റം വരെ പോകണം. ഇടയ്ക്കൊന്നും നമ്മൾ കട കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. ചെറിയ കടകളൊന്നും ഇല്ല കേട്ടോ. ഇത്രയും ദൂരം നമ്മൾ വന്നപ്പോൾ പോലും ഒരു കട കാണാനായിട്ട് സാധിച്ചില്ല. ഒരു ചായക്കട പോലും ഇല്ല. നമ്മുടെ മൂപ്പം പറഞ്ഞില്ലേ, മുകളിലൊന്നും ഇനി കടകളില്ല, എല്ലാവരും ഉണ്ടായിരുന്നതൊക്കെ പൂട്ടിക്കെട്ടി താഴേക്ക് പോയെന്ന് പറഞ്ഞില്ലേ, ആ ഒരു അവസ്ഥ എത്തിയിരിക്കുകയാണ്. ഇവർക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഓട്ടോറിക്ഷ പിടിച്ചോ അല്ലെങ്കിൽ സ്വന്തം വാഹനത്തിൽ പോകണം. ഇപ്പം മിക്ക വീടുകളിൽ ബൈക്ക് കാണും. മറ്റ് വലിയ വാഹനങ്ങൾ, കാറോ മറ്റു വാഹനങ്ങളോ ഒന്നും അങ്ങനെ കാണാനായിട്ട് സാധിച്ചിട്ടില്ല. എന്തായാലും നിലവിൽ അവർക്ക് ഓട്ടോറിക്ഷയാണ് അവരുടെ ഒരു പ്രധാന സഞ്ചാര മാർഗം. മഴ, ഇടയ്ക്ക് വെയിൽ, മഞ്ഞ്, കോടമഞ്ഞ്, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ യാത്രയിൽ ഇന്നത്തെ. ഒരു കാര്യം കുറവുണ്ട്, ജോൺസൺ മാഷിന്റെ പാട്ട്. ജോൺസൺ മാഷിന്റെ പാട്ടും കൂടെ വേണമെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാം. ഇവിടെ റേഞ്ച് ഇല്ലല്ലോ. അത് ശരി, നമ്മൾ മനസ്സിലങ്ങ് പാടിയാൽ മതി. അതെ, നമ്മൾ എവിടെയായിരുന്നു എടുക്കേണ്ട ആ സ്ഥലം? ആണോ? ഇവിടെ തൊട്ട് അവിടെ എല്ലാം കിട്ടില്ല വ്യൂ ആയിരുന്നു. ഇതാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. കുറച്ചുകൂടെ മുന്നോട്ട് പോകണം. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. എന്തായാലും ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കാൻ പറ്റുന്നിടത്ത് വാഹനം ഒതുക്കി നിർത്താം. അതെ, എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് കാണാം. ഓക്കെ, അങ്ങനെ എന്തായാലും ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് വളരെ മനോഹരമായ ഒരു വ്യൂ നമുക്ക് കാണാൻ കഴിഞ്ഞത്. മൊത്തം കോട. കോട കാരണം വ്യൂ കാണാൻ പറ്റില്ല കേട്ടോ. അനു പറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞാൽ സൂപ്പർ വ്യൂ ആണ് സാറേ എന്ന് പറഞ്ഞുകൊണ്ടുവന്ന. എവിടെ നോക്കിയാലും ഇപ്പൊ മഞ്ഞാണ്. അതുകൊണ്ട് വ്യൂ ഒരിടത്തും കാണാൻ പറ്റുന്നില്ല. മരങ്ങളില്ലാത്ത സ്ഥലത്തോടെ ഡ്രോൺ പറപ്പിച്ചെന്ന് കറക്കി കാണിക്കാൻ പറഞ്ഞപ്പോൾ ഇവിടെ ഒന്നും ഒരു രക്ഷയില്ല. അതാണ്, ഡ്രോണിൽ കണ്ടാലേ അതിന്റെ ഒരു വ്യൂ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അത് ഡ്രോൺ പറത്താൻ വേണ്ടി നമുക്കിനി എന്തായാലും ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ വെയിറ്റ് ചെയ്യേണ്ടി വരും. മഞ്ഞ് മാറിയില്ലെങ്കിൽ വേറെ മാർഗം ഉണ്ടാകില്ല. നമുക്ക് ഇതെന്ന് പറയുമ്പോൾ ഇങ്ങനെ കണ്ണടച്ച് തുറക്കും പോലെ കാറ്റ് വന്ന് മഞ്ഞിലെല്ലാം കളയും. അപ്പോൾ ഒരു നല്ലൊരു വ്യൂ കിട്ടും. അതാണ് സമയത്ത് നമ്മൾ എടുത്തോളാം. അതാണ് ഒരു പ്രതീക്ഷയിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പം നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അടുത്ത് നിൽക്കുന്ന കുറച്ച് മരങ്ങളും പുല്ലുകളും മാത്രമാണ്. നിങ്ങൾ പറഞ്ഞ മീശപ്പുലിമലയുടെ മഞ്ഞ് കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ മേമുട്ടത്തെ മഞ്ഞ് കണ്ടിട്ടുണ്ടോ? അതാണ്. നമ്മൾ എത്തിയ സ്ഥലത്തിന്റെ പേര് പറഞ്ഞില്ലായിരുന്നു. മേമുട്ടം.
നമ്മളിതാണ് ഉദ്ദേശിച്ച സ്ഥലം. മേമുട്ടം എന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. ഇവിടുന്ന് നമുക്കൊരു 1/2 കിലോമീറ്റർ പോകാൻ കൂടെ. അതല്ലേ. ഇനി ചിലപ്പോൾ മുന്നോട്ട് മഴ ഉണ്ടാകാം, ചിലപ്പോൾ നമുക്ക് നല്ല വ്യൂ കാണാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തിരിച്ച് പോവുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്ന് ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. അതെ. അയ്യോ, അവര് മഴ കൊണ്ടുവന്ന ആൾക്കാരാ? അതെ, അവര് മഴ കൊണ്ടുവന്നതാണ്. മഴ കൊണ്ടുവന്ന എന്റെ പൊന്നെ, ഒരു രക്ഷയില്ലാത്ത മഴയായി. സുഗുണ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. ഈ മലയ്ക്ക് മേളിലോട്ട് വന്നപ്പോഴാണ് ഇത്ര മഞ്ഞല്ലേ. ഇത് വലിയ മല ആയതുകൊണ്ടാണ്. ഒരു കാര്യം ചെയ്യാം, ഇതുകൊണ്ട് താഴെ വെക്കാം. എന്താ പൊന്നെ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന ഓരോ വീഡിയോയുടെ പുറകിലും ഓരോ നല്ല ഷോട്ടിന്റെ പുറകിലും ഒരുപാട് അധ്വാനങ്ങളാണ് കേട്ടോ. നമ്മളതിനെ വില കുറച്ച് കാണരുത്. അതായത് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പൊ മിനിമം 15 മിനിറ്റ് കഴിഞ്ഞു. അതെ. ഇനി ചിലപ്പോ 1 മണിക്കൂറോ അരമണിക്കൂറോ എത്ര എന്ന് പറയാൻ പറ്റില്ല. അതെ. ഒരു മിനിറ്റ്, ഈ മഞ്ഞ് ഉടനെ മാറുമോ? മഞ്ഞ് ഉടനെ മാറുകയായിരിക്കും. ആണോ? എന്നാലും തെളിയിടാവും സകലയിലും. കുറച്ചെങ്കിലും കാണാൻ പറ്റുമോ? മഴ പോയി കഴിഞ്ഞാൽ സാധ്യത കിട്ടുമോ? ഭാഗ്യം ഉണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. 2 മണി കഴിഞ്ഞാൽ മഞ്ഞാണ് ഇവിടെ. അല്ലേലും മഞ്ഞ ഇവിടെ ആണല്ലേ? രാവിലെ അതെയോ? കുറച്ച് താഴേക്ക് കൊണ്ടുപോയേക്കാം, ഞങ്ങള് തിരിച്ചു പോകുമ്പോൾ കുറച്ച് കൊണ്ടുപോയേക്കാം. എന്തായാലും അവന്റെ നിഗമനം, അതായത് മഞ്ഞ് മാറില്ലെന്നാണ് പുള്ളി പറയുന്നത്. അവനൊരു പ്രതീക്ഷ നമുക്ക് തന്നു. ചിലപ്പോ ഭാഗ്യമുണ്ടെങ്കിൽ, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആ ഒരു കാര്യം നമുക്ക് കുറച്ച് കുറവാണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. അങ്ങനെ എന്തായാലും കുറച്ചുകൂടിയൊക്കെ ദൂരം അനുവ് പറഞ്ഞു പോകാമെന്ന് പറഞ്ഞാൽ ആ മഞ്ഞത്ത് നിന്ന് നമ്മൾ കുറച്ചുകൂടിയൊക്കെ ദൂരം മുന്നോട്ട് വന്നു. ടാറിട്ട റോഡിൽ നിന്ന് കുറേ കൂടി ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മൺപാതയിലേക്ക് എത്തിച്ചേർന്നു. ടാറിട്ട റോഡല്ല കേട്ടോ, കോൺക്രീറ്റ് റോഡിൽ നിന്ന് കുറച്ചുകൂടിയൊക്കെ ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മൺപാതയിലേക്ക് എത്തിച്ചേർന്നു. അതിലൂടെ നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ മുന്നോട്ട് വന്നു. അപ്പോൾ നമ്മൾ കടന്നു വന്ന വഴി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അനുവ് പറഞ്ഞത് ഉളുപ്പുണ്ണിയിലേക്ക് പോകാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞേ. ഇവിടെ ഈ തൊട്ട് പുറകിലായിട്ട് ഒരു ചെക്ക് പോസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇതാ നമ്മുടെ വാഹനം ഇവിടെ പാർക്ക് ചെയ്തു. ഇവിടെ ഒരു തരത്തിലിട്ടാണ് വാഹനം തിരിച്ചത്. കുറച്ച് പാടാണ്, കാരണം ഈ ഒരു വഴിയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിടക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് വണ്ടി കയറ്റിയാൽ ലോക്കാവും. പിന്നെ നമുക്ക് വേറെ വല്ല വണ്ടിയും വിളിച്ച് ഊരിയെടുത്തുകൊണ്ട് പോകേണ്ടി വരും. എന്തായാലും അനുവേ, മഞ്ഞ് മാറും എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മൾ നിൽക്കുകയാണ് അല്ലേ? പിന്നല്ലേ, മഞ്ഞ് നമ്മൾ മാറ്റിയെടുക്കും എങ്ങനെയെങ്കിലും. നമ്മുടെ കുട്ടിച്ചാത്തന്മാർ മഞ്ഞ് മാറ്റും. അതാണ് പറഞ്ഞപ്പോ തന്നെ മഞ്ഞ് മാറി തുടങ്ങുന്നുണ്ടല്ലേ? ഇല്ലെങ്കിൽ അവനെ ഞാൻ മാറ്റും. അപ്പൊ എന്തായാലും നമ്മൾ മഞ്ഞ് മാറാൻ വേണ്ടി ഇപ്പൊ നിൽക്കുകയാണ്. ആ കോടമഞ്ഞ് അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഡ്രോൺ വിഷ്വൽ എടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ആ ഡ്രോണിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിസംബറിലൊക്കെ വരുവാണെങ്കിൽ ഉണ്ടല്ലോ, അടിപൊളിയായിരിക്കും. ആണല്ലേ? അല്ല, കോടമഞ്ഞ് കൂടുതൽ കാണും. കോടമഞ്ഞ് ഉണ്ടാവും, പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് നല്ല മഴയില്ലോ ആ സമയത്ത്. മഴയുള്ളപ്പോഴേ മഞ്ഞ് ഭയങ്കരമായിട്ട് വരുന്നത്. മറ്റേന്ന് പറയുമ്പോ ഈവനിങ് വന്നാൽ മഞ്ഞ് അധികം ഉണ്ടാവില്ല. അല്ല, വേറൊരു കാര്യമുണ്ട്. ശരിക്കും നമ്മൾ ഡ്രോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്. ശരിക്കും ഈ ഒരു കാലാവസ്ഥ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വരേണ്ടത് അല്ലേ? അതായത് മലയുടെ മുകളിലൂടെയും ഈ പുൽമേട്ടിലൂടെ ഒക്കെ ഇങ്ങനെ കോടമഞ്ഞ് ഇങ്ങനെ പറന്ന് പോകുന്ന കാഴ്ച നല്ലൊരു ഭംഗിയല്ലേ? അതാണ്. അപ്പം വാഗമണ്ണൊക്കെ പോകുന്ന പോലത്തെ തന്നെ ഒരു വ്യത്യസ്തമായ ഒരു സ്ഥലമാണ് മേമുട്ടം എന്ന് പറയുന്നത്. മേമുട്ടം എന്തായാലും അധികം ആൾക്കാർ കേട്ടിട്ടുണ്ടാവാൻ സാധ്യത. സാധാരണ വണ്ടികൾക്കും കയറി വരാം. അതായത് കോൺക്രീറ്റ് വഴി ഉള്ള സ്ഥലങ്ങൾ വരെ എന്തായാലും സാധാരണ വാഹനങ്ങൾ, കാർ ഉൾപ്പെടെ വരാൻ പറ്റും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ചെറിയ വീതിയുള്ളൂ. ഒറ്റ വണ്ടിക്ക് വരാനുള്ള വീതിയുള്ളൂ. വേറെ വണ്ടി വന്നാൽ ചെറിയ കാറാണെങ്കിൽ അടിമുട്ടും. സൈഡിലേക്ക് എഡ്ജിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ പണി വേണം. പിന്നെ അത് തന്നെയല്ല, നല്ല കയറ്റമാണ്. കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് മാത്രം വാഹനമായിട്ട് വരിക. അതല്ല, നിങ്ങൾക്ക് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മൂലമരത്തൊക്കെ ഒരു ടാക്സി വിളിച്ച് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ്റും. ശരിയാ, ഒരു 100,000 താഴെയുള്ളൂ. ഒരു 3-4 പേരെ സുഖമല്ലേ? സുഖമാണ്. ശരിയാ. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാം. അതാണ്. മൂലമറ്റത്ത് നിന്ന് ഏകദേശം മേമുട്ടത്തേക്ക് ഒരു 10-15 കിലോമീറ്റർ. അപ്പോൾ എന്തായാലും നിങ്ങൾ മൂലമറ്റം വന്നിട്ട് ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള വഴി പറയുന്നതായിരിക്കും. ഗൂഗിൾ മാപ്പിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കിയില്ല, കാരണം അനുവിന് വഴി അറിയാവുന്നതുകൊണ്ട് ഇങ്ങോട്ട് പോരുകയാണ് ചെയ്തത്. ഗൂഗിൾ മാപ്പിൽ ഉണ്ടാവാൻ ഉണ്ട്, പക്ഷെ എന്നാലും അത് പല വഴികളൊക്കെ ചിലപ്പോൾ തെറ്റാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരോടെങ്കിലും ചോദിക്കുക, അല്ലെങ്കിൽ ഒരു ജീപ്പിന്റെ സഹായം തേടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനായാസം ഇവിടെ എത്തിച്ചേർന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു മടങ്ങാവുന്നതാണ്. എന്തായാലും അധികം തിരക്കൊന്നുമില്ലാതെ വളരെ ഭംഗിയുള്ളൊരു കാഴ്ച നിങ്ങൾക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. അത് ഗ്യാരണ്ടിയാണ്. എന്തായാലും നമുക്ക് ഡ്രോൺ വിഷ്വൽ കിട്ടുമോ എന്നുള്ളത് അറിയില്ല, നോക്കി വെക്കാം. കുറച്ചെങ്കിലും മഞ്ഞ് മാറി കഴിഞ്ഞാൽ നമുക്ക് ഡ്രോൺ പറത്താമെന്ന് വിചാരിക്കുന്നു. പിന്നെ അത് തന്നെയല്ല, നേരത്തെ നല്ല രീതിയിൽ ഒന്ന് ഡ്രോൺ നനഞ്ഞിരുന്നു. അങ്ങനെയാണ് അനൂപ് ഡ്രസ്സ് മാറേണ്ടി വന്നത്. ഇനി അടുത്ത ഡ്രസ്സും കൂടി അദ്ദേഹത്തെ കൊണ്ട് മാറ്റിക്കണ്ടല്ലോ. എന്തായാലും നമുക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടി നല്ല വിഷ്വൽസ് എടുക്കേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം. നമ്മൾ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്ത് ഈ എടുക്കുന്ന വിഷ്വൽസ് അല്ല, നമ്മൾ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്ത് എടുത്തേക്കുന്ന സാധനങ്ങളാണ്. ഓരോ വിഷ്വൽസിന്റെ പുറകിലും ഒരുപാട് അധ്വാനങ്ങളുണ്ട്. പിന്നെ ഇതുപോലെ സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ
ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഒരു വിഷൽ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ പറ്റുന്നത്ര നമ്മൾ നോക്കും. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 4 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തായാലും മിസ്റ്റ് മാറില്ല. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് പറ്റുവാണെങ്കിൽ ഡ്രോൺ വിഷൽ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അതല്ല എങ്കിൽ എന്തായാലും താൽക്കാലികമായിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു മടങ്ങുന്നതാണ്. എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങൾ. അങ്ങനെ എന്തായാലും കുറച്ച് നേരം നമുക്ക് ഡ്രോൺ പറത്താനായിട്ട് ഒരു അവസരം തന്നു. തീർച്ചയായിട്ടും അല്ലേ? വെദർ അങ്ങനെ ഒരു സംഭവം നമുക്ക് വേണ്ടി ചെയ്തു തന്നു. നമ്മൾ പുരാണങ്ങളെ കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ വായു ഭഗവാൻ ഇതെല്ലാം മാറ്റി വിട്ടു എന്ന് പറയും പോലെ. അതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡ്രോൺ വിഷൽസ് എടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വലിയൊരു സന്തോഷം. നമ്മൾ ഇത്രയും ദൂരം അല്ലേ ഈ ഒരു സ്ഥലം കാണാൻ വന്നിട്ട് അങ്ങനെ ഒരു കാഴ്ച കണ്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടം, വലിയ നഷ്ടവും വലിയൊരു സങ്കടവുമാണ്. ഈ മഴക്കാലത്തുള്ള യാത്രയിലെ ഏറ്റവും വലിയൊരു പോരായ്മ അതാണ്. അവിടെ ചെന്നാലും ഈ മിസ്റ്റല്ലേ എപ്പോഴും ഇങ്ങനെ മഞ്ഞ് കയറി വരും. അതാണ്. എന്തായാലും കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അനൂപ് പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ. ഞാൻ ഈ മഞ്ഞുള്ളതുകൊണ്ട് ഒന്നും കണ്ടിരുന്നില്ല. ഈ മഞ്ഞങ്ങ് മാറിയപ്പോഴത്തേനും കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത് അത് ആരെയും അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. വളരെ ഹൃദ്യമായൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിരിക്കുകയാണ്. അത് എന്തായാലും പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കില്ല. മലനിരകളും മലനിരകളുടെ ഭംഗിയും അതൊക്കെ ഒരു പ്രത്യേക ഫീലാണ്. പ്രത്യേകിച്ച് ആ കോടമഞ്ഞ് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഏറ്റവും മനം കുളിർക്കുന്നത്. പിന്നെ ഈ ഒരു തണുപ്പ്, ചെറിയൊരു തണുപ്പുണ്ട് ഇപ്പോൾ. ആ ഒരു തണുപ്പൊക്കെ കൊണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, അത് വേറൊരു സന്തോഷം, വേറൊരു ഫീലാണ്. പിന്നെ ഈ ഒരു സമയത്ത് ഒരു ചായ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കട്ടൻ ചായ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു കട്ടൻ ചായയും പരിപ്പോടെ കിട്ടിയിരുന്നില്ല. അതൊക്കെ കഴിച്ചിങ്ങനെ നിന്ന് ഇവിടെ അവിടെ ആ റേഡിയോ എന്നുള്ള ജോൺസൺ മാഷിന്റെ പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കണൊക്കെ എന്നാ രസമല്ലേ. ഒരു പ്രത്യേക വൈബായിരിക്കും. എന്തായാലും നമ്മുടെ വാഹനം ഇവിടെ കഷ്ടപ്പെട്ട് തിരിച്ചു നിർത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ വാഹനം എടുത്ത് നമ്മൾ മൂലമറ്റം ഭാഗത്തേക്ക് പോവുകയാണ്. എന്തായാലും ഇന്ന് കുറച്ച് കാഴ്ചകളും കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. നല്ല മനോഹരമായ ഒരു വ്യൂ പോയിന്റ് നിങ്ങൾക്ക് കാണാൻ സാധിച്ചു. മാത്രമല്ല പതിപ്പള്ളി എന്ന ആ ഒരു ഗ്രാമത്തെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചു. പ്രത്യേകിച്ച് ആ സ്കൂളിൻ്റെ വിശേഷങ്ങളും ആദിവാസി മൂപ്പനുമായിട്ട് സംസാരിച്ച് അവരുടെ ഊരുമായി ബന്ധപ്പെട്ട മറ്റു വിശേഷങ്ങളൊക്കെ അദ്ദേഹവും നമ്മളോട് പങ്കുവച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ മേമുട്ടം എന്ന ഈ മനോഹരമായ വ്യൂ പോയിന്റിൽ നിന്ന് അവസാനിപ്പിക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ അനൂപിൻ്റെ ചാനലിൻ്റെ കാര്യമാണ്. ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അനൂപ് ട്രാവൽ ഡ്രീംസ് തെറ്റാൻ പാടില്ലല്ലോ. എന്തായാലും നിങ്ങൾ പറ്റുന്ന രീതിയിൽ ആ വീഡിയോ ഒക്കെ കണ്ടെന്ന് അദ്ദേഹത്തെ കൂടെ സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് ഇടുക്കിയിലെ ഗ്രാമ കാഴ്ചകൾ നിങ്ങൾക്ക് ഇതിനോടകം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് എടുത്തു പറയാനുള്ള ഒരു കാര്യം. മഴ തുള്ളി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരുപാട് കാര്യം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും മേമുട്ടം എന്ന ഈ ഒരു മനോഹരമായ വ്യൂ പോയിന്റിൽ നിന്ന് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം. അതുവരെ ഇവർക്കും യെസ് ബൈ.